ഹലോ ഗൈസ്, എല്ലാവരും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനസ്തീഷ്യ ടെക്നീഷ്യൻ ആൻഡ് OT ടെക്നീഷ്യൻ എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ചാണ്. അതായത് ആക്ച്വലി ഈ ഒരു കോഴ്സിനെ കുറിച്ച് എല്ലാവർക്കും നല്ലൊരു ഡൗട്ടാണ്. കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കുറെ ചോദ്യങ്ങൾ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി പഠിച്ചാൽ നമുക്ക് സ്കോപ്പ് ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. ആക്ച്വലി ഞാനൊരു OT ആൻഡ് അനസ്തീഷ്യ ടെക്നീഷ്യൻ ആണ്. അപ്പോൾ എന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവ്സും കുറച്ച് പോസിറ്റീവ്സും ഉണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. അതായത് പൊതുവെ പറയുവാണെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന്റെ അണ്ടറിൽ വരുന്നൊരു പ്രോഗ്രാമാണ് ഈ BSc. ഈ പ്രോഗ്രാം മെയിൻലി നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത് സർജൻസിനെയും അനസ്തെറ്റിസ്റ്റിനെയും ആയിരിക്കും. ഈ രണ്ടുപേരെയാണ് നിങ്ങൾ മെയിൻലി ഓപ്പറേഷൻ തിയേറ്റർ. ആക്ച്വലി ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 പാർട്ട് ഉണ്ട്, അനസ്തീഷ്യ സൈഡും ഉണ്ട്. അല്ലാതെ അതാണ് ഈ കോഴ്സ് പഠിച്ചാലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് 2 ഡിപ്പാർട്ട്മെന്റ് ആണ് ഒറ്റയടിക്ക് കിട്ടുന്നത്. BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്ന ഈ കോഴ്സ് കമ്പയർ ചെയ്ത് വരുന്ന കോഴ്സ് ആയതുകൊണ്ട് ഡ്യൂറേഷൻ എടുക്കുന്നത് ഈ കോഴ്സ് നമുക്ക് കേരളത്തിൽ എവിടെയാണ് പഠിക്കാൻ പറ്റുന്നത്. ബേസിക്കലി സ്ഥലങ്ങളിൽ പോയിട്ട് മാനേജ്മെന്റ് സീറ്റ് എടുത്താണ് പിള്ളേര് ഈ കോഴ്സ് പഠിച്ചിട്ട് കേരളത്തിലേക്ക് വരുന്നത്. സെക്കൻഡ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ടഫാണോ? അതായത് B.Pharm, ലാബ് ടെക്നീഷ്യൻ കോഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് BSc നഴ്സിംഗ് അങ്ങനെയുള്ള കോഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള സിലബസ് വരുന്നത്. അതായത് ബേസ് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ കോഴ്സിനെ കുറിച്ച് പൊതുവെ ചോദിക്കുന്ന കാര്യം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 വേക്കൻസീസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയല്ല എല്ലാവരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ENT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ന്യൂറോ, പക്ഷെ ഇത് നമുക്ക് കേരളത്തിൽ പഠിക്കാനായിട്ട് ചാൻസ് കുറവാണ്. എല്ലാവരും പുറത്തു പോയിട്ടാണ് ഈ കോഴ്സ് പഠിക്കുന്നത്. കേരളത്തിൽ ഈ കോഴ്സ് ഉണ്ട്, പക്ഷെ നമുക്കത് ഈ കോഴ്സിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നമുക്കിത്